ഇനി വിദേശ വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിലെ ഹെൽമണ്ട് പ്രവിശ്യയിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ തകർന്നു വീണ് 9 പേർ മരിച്ചു. ഹെൽമണ്ട് പ്രവിശ്യയിലെ ഗ്രഷ്ക്, കജാഗി ജില്ലകളിലാണ് സംഭവം. ഇതോടെ ദിവസങ്ങളായി തുടരുന്ന മഴയിൽ അഫ്ഗാനിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 70ആയി. വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ 235 വീടുകൾ തകർന്നതായും 600ഓളം കന്നുകാലികൾ ചത്തതായും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായി തുടരുന്നു. വെസ്റ്റ് ബാങ്കിലെ നൂർ അൽ ഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്തയാഴ്ച ചൈന സന്ദർശിക്കും. ബ്ലിങ്കൻ ഷാങ്ഹായിലും ബീജിംഗിലും ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകും. മാലിദ്വീപിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ഇന്ന്. 8 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 368 സ്ഥാനാർത്ഥികളാണ് പീപ്പിൾ മജ്ലിസിലെ 93 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 602 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനായി മാലിദ്വീപിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കൊളംബോ, തിരുവനന്തപുരം, കോലാലംപൂർ എന്നിവിടങ്ങളിലും ഓരോ പോളിംഗ് സ്റ്റേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. ജപ്പാനിൽ പരിശീലന പറക്കലിനിടെ 2 സൈനിക ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അപകടത്തിൽ 7 പേരെ കാണാതായി. ടോറിഷിമ ദ്വീപിൽ നിന്ന് 270 കിലോമീറ്റർ കിഴക്കായി ഇസു ദ്വീപ് ശൃംഖലയിലാണ് സംഭവം. നാഗസാക്കി പ്രീഫെക്ചറിലെ ഒമുറ എയർബേസിൽ നിന്നും ടോക്കുഷിമ പ്രീഫെക്ചറിലെ കോമൽ സുഷിമ എയർബേസിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകളാണ് അപകടത്തിൽപ്പെട്ടത്.